CCTV ഹോട്ട് ന്യൂസ് നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് പവർഗാർഡ് സോളാർ സിസ്റ്റം കൂനമുച്ചി. നമസ്കാരം. CCTV ഹോട്ട് ന്യൂസിലേക്ക് സ്വാഗതം. ആളൂർ മേഖലയിൽ ക്ഷേത്രങ്ങളിൽ മോഷണം. പൊന്മല മഹാദേവ ക്ഷേത്രം, ആളൂർക്കാവ് ഭഗവതി ക്ഷേത്രം എന്നിവിടങ്ങളിലാണ് കഴിഞ്ഞ ദിവസം രാത്രി മോഷണം നടന്നത്. കുന്നംകുളം കാണിപ്പയ്യൂർ ഉഭയൂർ ശിവക്ഷേത്രത്തിൽ മോഷണം. പണം നഷ്ടപ്പെട്ടു. അർദ്ധരാത്രിയിലാണ് കവർച്ച നടന്നതെന്നാണ് നിഗമനം. കുന്നംകുളം പോലീസ് സ്ഥലത്തെത്തി അന്വേഷണം ആരംഭിച്ചു. ഭിന്നശേഷിക്കാരിക്കു നേരെ ലൈംഗികാതിക്രമം നടത്തിയ കേസിലെ പ്രതിക്ക് 11 വർഷം തടവും 40,000 രൂപ പിഴയും ശിക്ഷ വിധിച്ചു. പഴവൂർ കരുവാട്ടുപറമ്പിൽ 60 വയസ്സുള്ള മായിൻകുട്ടിയെയാണ് വടക്കാഞ്ചേരി ഫാസ്റ്റ് ട്രാക്ക് പോക്സോ സ്പെഷ്യൽ കോടതി ജഡ്ജി ആർ മിനി ശിക്ഷിച്ചത്. ദേശാഭിമാനി കലാകായിക സാംസ്കാരിക വേദി ആൻഡ് പബ്ലിക് ലൈബ്രറി എടക്കളത്തൂർ ശ്രീരാമചന്ദ്ര UP സ്കൂളിൽ സംഘടിപ്പിച്ചുവരുന്ന സംസ്ഥാന പ്രൊഫഷണൽ നാടകോത്സവത്തിന്റെ 3ാം ദിനത്തിൽ കോഴിക്കോട് രംഗഭാഷയുടെ മിഠായിത്തെരുവ് എന്ന നാടകം അരങ്ങേറി. പെരുമ്പടപ്പ് പുത്തൻപള്ളിജാറം ഷെയ്ഖ് കുഞ്ഞുമുഹമ്മദ് മുസ്ലിയാരുടെ 114ാമത് ആണ്ടുനേർച്ച ആഗസ്റ്റ് 29, 30, 31, സെപ്റ്റംബർ 1 തീയതികളിൽ വിവിധ പരിപാടികളോടെ ആഘോഷിക്കുമെന്ന് മഹല്ല് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ഷെയർ ആൻഡ് കെയർ ചാരിറ്റബിൾ സൊസൈറ്റി നടപ്പിലാക്കുന്ന വിദ്യാമൃതം സ്കോളർഷിപ്പ് പദ്ധതിയുടെ ഉദ്ഘാടനം കെ രാധാകൃഷ്ണൻ MP നിർവഹിച്ചു. ചാലിശ്ശേരി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ സംസ്കൃത ക്ലബിന്റെ നേതൃത്വത്തിൽ സംസ്കൃത ദിനാചരണവും സംസ്കൃത പ്രദർശനിയും നടന്നു. അഷ്ടവൈദ്യൻ ആലത്തിയൂർ നാരായണൻ നമ്പി ഉദ്ഘാടനം ചെയ്തു. പുന്നയൂരിലെ ആലാപ്പാലം പ്രദേശത്ത് കാടുപിടിച്ചു കിടക്കുന്ന പഞ്ചായത്തിന്റെ അധീനതയിലുള്ള ശ്മശാനം ആധുനിക രീതിയിൽ നവീകരിച്ച് നാടിന് സമർപ്പിക്കണമെന്ന ആവശ്യവുമായി പഞ്ചായത്തിലെ മരണാനന്തര സമിതികളുടെ ഭാരവാഹികൾ രംഗത്ത്. മാധ്യമപ്രവർത്തനം തടഞ്ഞാൽ സുരേഷ് ഗോപിയെ വഴിയിൽ തടയുമെന്ന് AIYF. മാധ്യമപ്രവർത്തകരെ പിടിച്ചുതള്ളിയ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി മാപ്പു പറയണമെന്നാവശ്യപ്പെട്ട് AIYF ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ സമരം സംഘടിപ്പിച്ചു. ചൊവ്വല്ലൂർ ശിവക്ഷേത്രത്തിൽ 4 അമ്പലത്തിനകത്തേക്ക് പക്ഷികൾ കയറാത്ത വിധം നെറ്റ് സ്ഥാപിക്കുന്ന പ്രവൃത്തി പൂർത്തീകരിച്ച് സമർപ്പണം നടത്തി. ചിറളയം HCC GUP സ്കൂളിന്റെ 100ാം വാർഷികാഘോഷങ്ങളുടെ ഭാഗമായി നിർമ്മിച്ചു നൽകുന്ന വീടിന്റെ താക്കോൽദാനം തൃശൂർ നിർമ്മല പ്രൊവിൻസ് അസിസ്റ്റന്റ് പ്രൊവിൻഷ്യൽ സുപ്പീരിയർ സിസ്റ്റർ സാലിപോൾ CMC നിർവഹിച്ചു. വയനാടിനൊരു കൈത്താങ്ങ് പദ്ധതിയുടെ ഭാഗമായി DYFI വടക്കേകാട് മേഖലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സ്നേഹത്തിന്റെ ചായക്കട സംഘടിപ്പിച്ചു. NK അക്ബർ MLA ഉദ്ഘാടനം ചെയ്തു. തൃശൂർ ജില്ലാ അമേച്ചർ ജൂഡോ റെസ്ലിംഗ് ചാമ്പ്യൻഷിപ്പുകളിൽ സ്വർണ്ണ മെഡലുകൾ നേടിയ എരുമപ്പെട്ടി സ്വദേശി സാൻഡ്ര ഐറിനെ പ്രവാസി കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റിയും കോൺഗ്രസ് ബൂത്ത് കമ്മിറ്റിയും ചേർന്ന് അനുമോദിച്ചു. വയനാട്ടിലെ ദുരന്തബാധിതരെ സഹായിക്കുന്നതിനായി മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് കമ്മൽ നൽകി 3ാം ക്ലാസ്സുകാരി അസ്വ ഫാത്തിമ. റവന്യൂ മന്ത്രി K രാജനെ തൃശൂർ കളക്ടറേറ്റിൽ വെച്ചാണ് കമ്മൽ കൈമാറിയത്. വയനാടിന് കൈത്താങ്ങായി DYFI തിരുവത്ര മേഖലാ കമ്മിറ്റി ബിരിയാണി ചലഞ്ച് സംഘടിപ്പിച്ചു. 100 രൂപ നിരക്കിൽ 1000-ലധികം ബിരിയാണികളാണ് ഓർഡർ ചെയ്ത പ്രകാരം പ്രവർത്തകർ വീടുകളിലേക്ക് എത്തിച്ചു നൽകിയത്. വയനാടിന് വേലൂരിന്റെ കൈത്താങ്ങ്. വിവിധ പ്രവർത്തനങ്ങളിലൂടെ വേലൂരിലെ 14 DYFI യൂണിറ്റ് കമ്മിറ്റികൾ സമാഹരിച്ച 1,12,112 രൂപ DYFI വടക്കാഞ്ചേരി ബ്ലോക്ക് കമ്മിറ്റിക്ക് കൈമാറി. 5 വർഷമായി ജീവകാരുണ്യ രംഗത്ത് സജീവമായി പ്രവർത്തിക്കുന്ന പുറങ്ങ് MV പ്രദീപ് കുമാർ മെമ്മോറിയൽ നന്മ മെഡിക്കെയറിന്റെ നവീകരിച്ച ഓഫീസ് ഉദ്ഘാടനം ചെയ്തു. CCTV ഹോട്ട് ന്യൂസ് നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് പവർഗാർഡ് സോളാർ സിസ്റ്റം കൂനമുച്ചി. ഇതോടെ CCTV ഹോട്ട് ന്യൂസ് സമാപിക്കുന്നു. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ഞങ്ങളുടെ വെബ് പേജ്, യൂട്യൂബ് ചാനൽ, ഫേസ്ബുക്ക് പേജ് എന്നിവ സന്ദർശിക്കുക. തത്സമയ വാർത്തകൾക്കായി www.cctv.online.tv സന്ദർശിക്കുക. നമസ്കാരം.